നിങ്ങൾ ഈ നട്ടപ്പാതിര വട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ സംഭവം. ഈ ഉണ്ടയല്ല, ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. ഇവിടെ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് എനിക്ക് പെട്ടെന്നൊരാഗ്രഹം, കുറച്ച് ഉണ്ട ഉണ്ടാക്കിയാലോ? വെറൈറ്റി അല്ലേ? എനിക്ക് മാത്രമേ തോന്നുള്ളൂ. രാത്രി കിടന്നുറങ്ങുന്നതിന് പകരം ഉണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതിന് ചില നാടുകളിൽ കോഴിക്കട്ടയെന്നോ കോഴിക്കോട്ടയെന്നോ ഒക്കെ പറയും. ഞങ്ങൾ കോട്ടയംകാരിന് ഉണ്ടയെന്നൊക്കെയാണെന്നേ പറയുന്നു. ഉരുണ്ടിരിക്കുന്ന സാധനം ഉണ്ട, അത്രേ ഉള്ളൂ. വലിയ ഡെക്കറേഷനൊന്നും വേണ്ട. ഇതെന്തിനാണ് ഈ നട്ടപ്പാതിരക്കിരുന്ന് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ച് കിടക്കാൻ പോയിട്ട് എനിക്ക് ഉറക്കമൊന്നും വന്നില്ലെന്നേ, ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാമെന്ന്. അതാകുമ്പം താമസിച്ച് എഴുന്നേറ്റാൽ പോരെ. നാളെ എനിക്ക് ഓഫാണേ, അപ്പോൾ പിന്നെ കൊച്ചിനെ സ്കൂൾ വിടാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റാൽ മതി. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുവാണല്ലേ, അത്രയും കൂടെ താമസിച്ച് എഴുന്നേറ്റാൽ പോരെ. അതുകൊണ്ടാണേ, എന്നെപ്പോലെ ഇങ്ങനത്തെ കുരുത്തക്കേട് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉറക്കം വന്നില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാത്രിയിലെ ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാർ. എനിക്ക് രാവിലെ കിടന്നുറങ്ങുന്നതാണ് ഇഷ്ടമേ, രാത്രി വലിയ ഉറക്കം വരത്തില്ലെന്നേ. ഇപ്പം നിങ്ങൾ പറയും കാപ്പിയൊക്കെ വലിച്ചു കയറ്റി കുടിച്ചിട്ടാന്ന്. അതുകൊണ്ടൊന്നും അല്ല കേട്ടോ. എത്ര കാപ്പി കുടിച്ചാലും എനിക്ക് പണ്ട് തൊട്ടേ ഉറക്കം കുറവാണ്. അത് കുഞ്ഞായിരിക്കുമ്പം തൊട്ടേ അതെ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഉണ്ടച്ഛൻ റെഡിയായി കേട്ടോ. നോക്കിയേ, എന്താ ഭംഗിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി ഇവനെ ആവി കയറ്റണം, പുഴുങ്ങണം. കഥം ഉണ്ട റെഡി. ഇതാകുമ്പം കറിയൊന്നും വേണ്ടതാനും വീട്ടിലുള്ളവർ കയറി ഇറങ്ങി കഴിക്കുകയും ചെയ്യും. കൊച്ചിനാണേലും സ്കൂളിൽ കൊടുത്തു വിടാവേ, ഞാൻ കൊടുത്തു വിടുന്നത് കൊച്ചിന് ഇഷ്ടം ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എൻ്റെ രാവിലത്തെ പണി ലാഭം. എഴുന്നേറ്റൊരു ഗ്ലാസ് ചായ മാത്രം ഇട്ടാൽ മതി, ബാക്കി സംഭവമൊക്കെ സെറ്റല്ലേ? ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ, വെറൈറ്റി അല്ലേ? അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.